ആഫ്രിക്കയിൽ ഏകദേശം 1.5 വർഷത്തോളം യാത്ര ചെയ്തു 13 രാജ്യങ്ങളിലൂടെ. എല്ലാ രാജ്യത്തും എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളത് റിച്ച് പുവർ അങ്ങനെ 2 കാറ്റഗറി ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കൂടുതലും മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറി അവിടെ ഇല്ല. റിച്ച് എന്ന് പറയുമ്പോൾ വളരെയധികം റിച്ച് ആയിരിക്കും. അപ്പോൾ അത്രയും ഹെവി ലെവലിലായിരിക്കും. താഴ്ന്ന് അതേ പുവർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വെള്ളം പോലും പ്രോപ്പറായിട്ട് ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഇത് ആലോചിച്ച് അത് എനിക്ക് ഇമോഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ എത്യോപ്യയിൽ ഒരു വീട്ടിൽ താമസിക്കുക. അത് ഞാൻ കൂടുതലും ലോക്കൽ ആളുകളുടെ വീട്ടിൽ താമസിച്ച് അവരിൽ ഒരാളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്തും അവരുടെ കയ്യിൽ ഭക്ഷണമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഞാനെപ്പോഴും ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് സിറ്റിയിൽ നിന്നും കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നട്ട്സും പീനട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ബാഗിൽ, അതായത് എൻ്റെ ഡ്രസ്സിനേക്കാൾ കൂടുതലും ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെയായിരിക്കും, ഫുഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പം ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് അവർക്ക് കൂടെ ഷെയർ ചെയ്ത് അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്താണോ ഉള്ളത് അത് തരും, അത് ഞാൻ കഴിച്ച് എന്താ പറയുക, ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ, ഇപ്പം ഞാൻ കേരളത്തിൽ എത്തുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കണം അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ അതെ ചോയ്സ് എനിക്കുണ്ട് ഇവിടെ. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെങ്കിലും ചില സമയത്ത് കൈ ഇങ്ങനെ ഷിവർ ചെയ്യും വിശന്നിട്ട്, അതായത് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചില സമയത്ത് ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലൊരു ചോറുണ്ടെങ്കിൽ അത് ഇവിടെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിൽ മൊത്തം മണ്ണാവൂലേ, അത് കഴിക്കണ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ രാജ്യങ്ങളിലൂടെ ഞാൻ ഓർക്കുമ്പോൾ മറന്നു പോവാം. അങ്കോള എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ എന്താ പറയുക, ഞാൻ ലിഫ്റ്റ് അടിച്ച് ഞാൻ കുറേ നേരം നടന്ന് ക്ഷീണിച്ച് അന്ന് രാവിലെ മുതലൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീർന്നുപോയി. അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഞാൻ യാത്ര സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ അവർ ചോറ് തന്നെയാണ് തന്നത്. അവർക്ക് പക്ഷേ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് എന്താ പറയുക, കസാവ, നമ്മുടെ കപ്പയും പിന്നെ എന്താ പറയുക കോൺ, മെയ്സ് ഫ്ലോർ ആണ്, അത് വെച്ച് കുറുക്കി ഉണ്ടാക്കുന്ന ഒരു ഫുഡൊക്കെയാണ് മെയിൻ. പക്ഷെ അന്ന് അവർക്ക് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റൈസാണ് ഉണ്ടായിരുന്നത്. റൈസ് എന്ന് പറയുന്നത് അത് ഇവിടെ വീട് കഴിഞ്ഞ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെ, അതായത് ഫുള്ള് കല്ലായിരുന്നു, പൊടിയും ഉണ്ടായിരുന്നു കല്ലായിരുന്നു. പക്ഷെ അന്ന് വിശന്നിരിക്കുവാണ് ഞാൻ, എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല. ഞാൻ അത് കഴിക്കുവാണ്. അത് കഴിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവാണ്. കാരണം ഞാൻ ആലോചിക്കുക ഞാൻ എന്തോരം ഫുഡ് ഞാൻ നാട്ടിലുള്ളപ്പോൾ, അതായത് ഞാൻ ഫസ്റ്റ് ആലോചിച്ച കാര്യം, എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ ഇഡ്ഡലി തന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇഡ്ഡലി എനിക്ക് വേണ്ട, ദോശ. അതായത് ഞാൻ സ്കൂൾ കാലങ്ങളിൽ ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറയും, വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഓർത്ത്, അതായത് ആ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പറയുമ്പോഴേ എനിക്ക് എന്തോ ഒരു ഫീലാണത്. അതായത് ഞാനിങ്ങനെ കളക്ട് ചെയ്യണം ആ മെമ്മറീസ്. അതായത് മുന്നേ ഞാൻ ആ വേസ്റ്റ് ആക്കിയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വന്നു പോവാണ്, ഓരോ അത് കഴിച്ച് തീരുന്നതും. പക്ഷെ അത് ഒരു പ്ലേറ്റിൽ കുറച്ചുണ്ടായിരുന്നു, മൊത്തത്തിൽ എന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിച്ച് ഒരു 4-5 വായ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പം തന്നെ കുട്ടികളുണ്ട് അവിടെ, അവരത് വന്ന് കഴിച്ചു. കാരണം അവർക്ക് അത്രയുള്ള ഭക്ഷണമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് വെള്ളത്തിന് വളരെ ക്ഷാമം. പക്ഷേ എന്നാൽ അവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിത അനുഭവം വെച്ചിട്ട് ഇവിടെ എനിക്കൊരു കുഴപ്പമില്ലതായിട്ട് തോന്നി. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പട്ടിണിയുള്ള ആൾക്കാരുണ്ട്, എന്നാലും എൻ്റെ അറിവിൽ എല്ലാ അരുവികളും ഉണ്ട്. അപ്പോൾ അതിലെ വെള്ളമെങ്കിലും കുടിക്കാം. ഇതെന്ന് പറയുന്നത് കുറേ, ഇപ്പോൾ എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് പല നദികളുണ്ട്, എത്രയോ വലിയ വലിയ നദികളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ചെളിവെള്ളം പോലത്തെ നദിയാണ്. അത് പ്യൂരിഫൈ ചെയ്ത് കുടിക്കാനോ ഇതാക്കാനുള്ള വെള്ളമില്ല. അപ്പോൾ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്, അവിടെ ഞാൻ ഡ്രസ്സ് അലക്കുമായിരുന്നു. ഞാൻ കുറച്ച് ദൂരം, ഓൾറെഡി ഒരു 2 കിലോമീറ്റർ നടന്നു പോയിട്ട് ഞാനത് അവിടെ അലക്കുന്നത്. കുറച്ച് വെള്ളമേ ഉള്ളൂ, അതായത് നിന്ന് കഴിഞ്ഞാൽ കാല് നനയും, അത്രേ ഉള്ളൂ വെള്ളമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ഒരു ബക്കറ്റിൽ, അതായത് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻ പോലത്തെ, ആ ക്യാൻ്റെ കളർ തന്നെ മണ്ണിൻ്റെ കളറാണ്. ആ മണ്ണിൻ്റെ കളറുള്ള ഈ വെള്ളം എന്ന് പറയുന്നത് തന്നെ ചെളിവെള്ളമുള്ള വെള്ളമാണ്. അതായത് ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഇപ്പം ഈ വൈറ്റ് ഡ്രസ്സാണ് ഇവിടെ അലക്കാൻ പറ്റില്ല, ഫുള്ള് ചെളിയായിട്ടുള്ള വെള്ളമാണ്. ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് 2 ആഴ്ചയായിട്ട് അലക്കാത്ത ഡ്രസ്സ് ഇട്ട് മുഷിഞ്ഞതുകൊണ്ട്, പിന്നെ തണുപ്പായിരുന്നു അവിടെ കാലാവസ്ഥ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പോലും നമ്മളിവിടെ സ്ഥിരം ഡെയിലി 2 നേരം കുളിച്ച് ശീലമുള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാവും, പിന്നെ അത് ശീലമാവും. എൻ്റെ യാത്രയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ കഴുകുന്ന വെള്ളം, അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇവിടെ കഴുകി ഇങ്ങനെ പോകുന്നുണ്ട്, ആ വേസ്റ്റ് ആ വെള്ളമാണ്. അതിന് ഫ്രണ്ടിൽ നിന്നാണ് ഇവർ ഈ വെള്ളം ക്യാനിലെടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനാ ഈ വെള്ളം, ഡ്രസ്സ് അലക്കാനാ കൊണ്ടുപോകുന്നതാണോ വീട്ടിലേക്ക്, എന്തിനാന്ന് ചോദിച്ചു. അല്ല, കുക്ക് ചെയ്യാനും കുടിക്കാനും ഉള്ളതാന്ന്. ഞാനപ്പോൾ ശരിക്കും ഷോക്കായി. ഞാൻ വെള്ളത്തിന് അവിടെ എന്താ പറയുക, ബാക്കിയുള്ള എന്താ പറയുക, ഇപ്പോൾ ബിയർ അങ്ങനെയുള്ളതൊക്കെ അവിടെ ലോക്കലി അവൈലബിൾ ആയിരിക്കും, ലോക്കൽ ബിയേഴ്സ് ഉണ്ടാവും വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതിനേക്കാളും വില കൂടുതലാണ് വെള്ളത്തിന്, അതായത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അത്രയും കുറവാണ്. ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണത്തെക്കാളും എല്ലാത്തിനേക്കാളും വെള്ളമാണ് ഏറ്റവും പ്രധാനം.
വെള്ളം ചെളിവെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്താ ആ പുള്ളിക്കാരി എന്നിട്ട് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ഷനിലാണ്. പിന്നെ എൻ്റെ അടുത്തൊരു ഞാൻ താമസിക്കുന്ന വീട്ടിലൊരു പയ്യനുണ്ട്, അവന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പകുതി ഊഹിച്ചാണ് എടുക്കുന്നത്, പിന്നെ ആക്ഷനിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവരങ്ങനെ കുടിച്ച് കാണിച്ചെന്നപ്പോഴാണ് എനിക്ക് എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലായത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് അന്ന് ഞാൻ അവിടെ സൈക്കിളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കുറേ രാജ്യങ്ങൾ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ സൈക്കിൾ ചവിട്ടി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിനിടയ്ക്ക് എൻ്റെ ഉണ്ടായിരുന്ന ഒരു 3 ലിറ്ററോളം വെള്ളമൊക്കെ തീർന്നു പോയി. അന്ന് ഫുള്ള് ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇതേപോലെ ഒരു വില്ലേജ് എത്തിയ സമയത്ത് കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ എൻ്റെ ഭക്ഷണവും തീർന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി ഞാൻ ബെഗ് ചെയ്തു, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവാണെങ്കിൽ വേണം എന്നുള്ളത്. ഭാഷ ഒന്നും അറിയില്ല. ഞാൻ ആക്ഷനിൽ വിശക്കുന്നു അങ്ങ് പറഞ്ഞ് എർബോഞ്ഞാൽ അവിടുത്തെ ഭാഷയിൽ വിശക്കുന്നു എന്ന് അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എർബോഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ വിശക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് പറയുമ്പോൾ അവർ ഓൾറെഡി കാലിയായിട്ടുള്ള ഒരു പാത്രം എനിക്ക് കാണിച്ചു തരിക, അവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുട്ടികൾ ഒരുപാടുണ്ട്. ഓരോ വില്ലേജിലും ഒരു 10-20 കുട്ടികൾ തന്നെ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സൈക്കിൾ കാണുമ്പോൾ തന്നെ ചുറ്റും എൻ്റെ കുട്ടികൾ ഓടിക്കൂടിയേക്കാം. അവരുടെ മുഖത്തെല്ലാം ഈച്ചിരിക്കുവാണ്. മൂക്കിന്നൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി അതിലൊക്കെയും വന്ന് ഈച്ചിരിക്കുക. ഞാൻ അവിടെ വന്നിങ്ങനെ റെസ്റ്റ് എടുത്തു, സൈക്കിൾ നിർത്തി നിന്ന് ചുറ്റും കുട്ടികൾ ഇരുന്നപ്പോൾ തന്നെ ആ ഈച്ചകൾ മൊത്തം എൻ്റെ മേത്തേക്ക് വരുവാണ്. അതായത് അവര് അവിടെ വർഷത്തിൽ ഒരിക്കലാണ് കുളിക്കുന്നത്. കുടിക്കാൻ വെള്ളമില്ലാത്തൊരു രാജ്യത്ത്, അതായത് ഈ സിറ്റിയിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സിറ്റി എന്ന് പറയുന്നത് വേറെ തന്നെ നമ്മുടെ കൊച്ചിയും എറണാകുളം ട്രിവാൻഡ്രമൊക്കെ പോലെ തന്നെ ഒരു സ്ഥലമാണ്. അതിലും വലിയ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അതേ രാജ്യത്ത് വെള്ളം പോലും കുടിക്കാനില്ലാത്ത സ്ഥലങ്ങൾ. ഇപ്പം ഞാൻ സൈക്കിളിലായാലും ലിഫ്റ്റ് അടിച്ചാലും യാത്ര ചെയ്യുന്ന സമയത്ത് സിറ്റി വിട്ടിട്ട് അടുത്ത രാജ്യത്തേക്ക് ഞാൻ ബൈ റോഡാണ് പോകുന്നത്. ബൈ റോഡ് പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഉൾവഴികളിലൂടെ പോകണം. അപ്പോൾ പോകുന്ന സമയത്ത് കാണുന്ന ഇതാണ്. അത് കാണുന്ന സമയത്ത് എന്താ പറയുക, ലൈഫിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അത് മൊത്തത്തിലങ്ങ് മാറും. നമ്മളിപ്പോൾ ഇവിടെ സിനിമയ്ക്ക് പോകാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ വേറെ നമുക്ക് എൻ്റെ ഒരു അറിവിൽ കേരളത്തിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാം എൻ്റെ അറിവിൽ ടോയ്ലറ്റ് ഇല്ലാത്തൊരു വീട് പോലും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് അത് വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുടിക്കാൻ, അതായത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെള്ളം കുടിക്കാനില്ല എന്നുണ്ട് ഉള്ളൊരു സാഹചര്യം. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഞാൻ ഫുഡ് ചോദിച്ചിട്ട് എനിക്ക് ഫുഡ് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് അവരെനിക്ക് വെള്ളം എടുത്തു തന്നു ഒരു ഗ്ലാസ്സിൽ. എൻ്റെ വെള്ളം ഇല്ലായിരുന്നല്ലോ അങ്ങനെ ചോദിച്ചപ്പോൾ. അപ്പോൾ അതിൽ ചെളി കലങ്ങിയ വെള്ളം അത് ഞാൻ കുടിച്ചു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ആൽബൻഡസോൾ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, ഈ വേംസ് ഒന്നും വരാതിരിക്കാൻ. അത് ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും ഞാൻ കഴിക്കും. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ കുടിക്കുന്നു, അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ആകെ ഒരു വട്ടം മാത്രമേ ഫുഡ് പോയ്സൺ അങ്ങനെ ആയിട്ടുള്ളൂ. പക്ഷെ അതിന് മുന്നേ ഒന്നും ഭാഗ്യം കൊണ്ട് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ചാണ് ഞാൻ പോകുന്നത്. അതെ, അതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. സത്യത്തിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതെ, നമ്മൾ ഇരിക്കുന്നിടത്തെ നമ്മൾ കൂടുതൽ അഭിമാനത്തോടെ ഇപ്പൊ തോന്നുന്നില്ല. അതെ, അഭിമാനത്തോടു കൂടി ഇരിക്കണം.